ഹായ് എസ് എസ് സി സി ജി എൽ പ്രീവിയസ് ഒരു ക്വസ്റ്റിൻ്റെ ഡിസ്കഷൻ്റെ 22ാമത്തെ സെഷനാണിത്. നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് ഒരുപാട് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ആ സെഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് ചാനലിൽ ചെന്ന് അവിടെ നിന്ന് കാണാവുന്നതാണ്, ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വരായിരിക്കുന്ന എസ് എസ് സി സി ജി എല്ലിൻ്റെ എക്സാം, അതേപോലെ തന്നെ സി എച്ച് എസ് എൽ എം ടി എസ് പോലത്തെ എക്സാംസിനൊക്കെ തന്നെ നമുക്ക് ആ ഒരു എക്സാംസിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. സോ ഡയറക്റ്റ്ലി നമുക്ക് ഈ ഒരു സെഷനിലെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്ത സെഷൻസിലെ ക്വസ്റ്റ്യൻസിൻ്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ്, ബാക്കിയുള്ള ഷിഫ്റ്റുകളിലെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. നമ്പർ സിസ്റ്റത്തിന്റെ ഡിവിസിബിലിറ്റി റൂളുമായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ 4-digit നമ്പർ x6y7y is exactly divisible by 9, then the least value of x plus y is എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് പറയുന്നത് ഈ തന്നിരിക്കുന്ന നമ്പർ നമ്മളോട് 9 കൊണ്ട് ഡിവിസിബിൾ ആകണം എന്നാണ് പറയുന്നത്. ആൻഡ് 9ന്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം. നമുക്ക് 9ന്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് തന്നേക്കുന്ന നമ്പറിന്റെ എല്ലാ ഡിജിറ്റ്സും പ്ലസ് ചെയ്യുമ്പോൾ നമുക്കത് 9ന്റെ ഒരു മൾട്ടിപ്പിൾ വരുവാണെങ്കിൽ നമുക്ക് ആ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്സ് പ്ലസ് 6+7+y എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഈ 6+7 നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഫുള്ളായിട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടുന്ന് x+y+6+7 എന്ന് പറയുന്നത് 13 എന്ന് വരും. അപ്പോൾ 13 എന്ന് വരുവാണെങ്കിൽ ഈക്വൽ ടു നമ്മുടെ 9ന്റെ ഒരു മൾട്ടിപ്പിൾ. പക്ഷേ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ലീസ്റ്റ് വാല്യൂ ആണ് ചോദിക്കുന്നത്. അതും ഏതിൻ്റെ? ആ x+y-ന്റെ. അങ്ങനെയാണെങ്കിൽ 13ന്റെ മുകളിലുള്ള നമുക്കറിയാവുന്ന 9ന്റെ മൾട്ടിപ്പിൾ ഏതാണെന്ന് ആലോചിക്കുക. അപ്പോൾ 13ന്റെ മുകളിലുള്ള 9ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? 18 ആണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോൾ എന്ത് വരണം? 18 വരണം. എന്നാൽ മാത്രമേ അത് നമുക്ക് ആ തന്നിരിക്കുന്ന ഫുൾ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കൂ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ 13 ഇപ്പുറത്ത് വന്ന് നമ്മുടെ 18ൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ x+y-യുടെ ഏറ്റവും ലീസ്റ്റ് വരാൻ സാധ്യതയുള്ള വാല്യൂ, ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 18 - 13 5 ആണ് ഏറ്റവും ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. സോ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ ഈ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാം ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്. സോ നമ്മുടെ x+y-യുടെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ചൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അത് ഇൻഫാക്ട് കുറച്ച് വലിയൊരു വാല്യൂസ് ആണ് തന്നിരിക്കുന്നതും. അത് നമ്മുടെ ഒരു പെർസെൻറ്റേജിന്റെ ചാപ്റ്ററിലെ എലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. പെർസെൻറ്റേജ് ചാപ്റ്റർ എലക്ഷൻ ബേസ്ഡ്. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇൻ ആൻ election between two candidates, the defeated candidate secured 42% of the valid votes polled. അപ്പം എന്താണ് പറയുന്നത്? ഒരു ഇലക്ഷൻ നടന്നപ്പോൾ അവിടെയുള്ള രണ്ട് കാൻഡിഡേറ്റ്സിലെ തോറ്റ ആൾക്ക് കിട്ടുന്നത് 42% വോട്ട്സ് ആണ്. പക്ഷെ അത് വെറും 42% അല്ല, 42% ഓഫ് വാലിഡ് വോട്ടാണ് കിട്ടുന്നതെന്ന് ക്ലിയർലി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ വാലിഡ് വോട്ട്സ് മാത്രം കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിച്ചുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയുന്ന അനുസരിച്ച് വാലിഡ് വോട്ട്സ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലൂസർ, തോറ്റ ആൾക്ക് കിട്ടുന്നത് 42% വാലിഡ് വോട്ട്സ് ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ജയിച്ച ആൾക്ക്, വിന്നറിന് കിട്ടിയേക്കുന്ന വാലിഡ് വോട്ടുകൾ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 58% ആയിരിക്കും. രണ്ടുപേരും പ്ലസ് ചെയ്യുമ്പോൾ 100% ഓഫ് ദ വാലിഡ് വോട്ട്സ് ആകും. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ആൻഡ് ലോസ് ദി എലക്ഷൻ ബൈ 7,68,400 വോട്ട്സ് എന്ന് പറയുന്നത് തോറ്റ ആള്, നമുക്കവിടെ ലൂസർ എന്ന് പറയുന്ന തോറ്റ ആൾക്ക് തോറ്റത് ആ ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ മാർജിൻ എന്നൊക്കെ പറയുന്ന ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് 7,68,400 വോട്ട്സിനാണ് ആള് തോറ്റത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ആ ഒരു വ്യത്യാസത്തിനെയാണ് നമ്മൾ മാർജിൻ എന്ന് പറയുന്നത്. ഇവർ തമ്മിലുള്ള തോറ്റിന്റെ വ്യത്യാസം അല്ലെങ്കിൽ ജയിച്ചതിന്റെ വ്യത്യാസത്തിനെയാണ് മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ മാർജിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലിയർലി നമുക്കത് പെർസെൻറ്റേജ് വൈസ് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ തമ്മിലുള്ള മാർജിൻ എന്ന് പറയുന്നത് 16% വോട്ടിന്റെ വ്യത്യാസമാണ് ജയിച്ച ആളും തോറ്റ ആളും തമ്മിൽ വരുന്നത്. ആൻഡ് ആ വാല്യൂ ആണ് എന്തെന്ന് കൊടുത്തിരിക്കുന്നത്? നമുക്ക് 7,68,400 വോട്ട്സ് എന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആൾ തോറ്റത് ഇത്രയും വോട്ട്സിനാണ്, അല്ലെങ്കിൽ മറ്റേ ആൾ ജയിച്ചത് ഇത്രയും വോട്ട്സിനാണ്. ഇനി അവിടെ പറയുന്നത് ഇഫ് 82,560 വോട്ട്സ് വർ ഡിക്ലെയർഡ് ഇൻവാലിഡ്. അപ്പോൾ ഇൻവാലിഡ് വോട്ടിന്റെ കൺസെപ്റ്റ് കൂടി അവിടെ വരുന്നുണ്ട്. അപ്പം ഇൻവാലിഡ് വോട്ടുകൾ എന്ന് പറയുന്നത് 82,560 വോട്ട്സ് ആണ്. ആൻഡ് റിമൈനിങ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ 20% പീപ്പിൾ ഡിഡ് നോട്ട് കാസ്റ്റ് ദെയർ വോട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ആ ഒരു വോട്ടേഴ്സും വോട്ടഡിന്റെ കൺസെപ്റ്റ് കൂടി വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം എഴുതിയ കാര്യങ്ങളെല്ലാം എന്താണ്? വോട്ടഡ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്തവരിൽ ഇൻവാലിഡ് ആയിട്ട് അസാധുവായി പോയ വോട്ടുകൾ
അതുപോലെ ജയിച്ച ആൾക്ക് കിട്ടിയ വോട്ട്, തോറ്റ ആൾക്ക് കിട്ടിയ വോട്ട്, അവർ തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം, ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. പക്ഷെ ഇനി അവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇവിടെ വോട്ട് ചെയ്യാത്തവർ, നോട്ട് കാസ്റ്റ് ദെയർ വോട്ട്, നമുക്ക് തൽക്കാലം നോട്ട് എന്നുള്ള രീതിയിൽ ഷോർട്ട് ആയിട്ട് എടുക്കാം. അപ്പൊ നോട്ട് കാസ്റ്റ് ദെയർ വോട്ട് എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ആണ്? 20% ഞാൻ വോട്ട് ചെയ്യാത്ത ആൾക്കാർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മുകളിൽ പറഞ്ഞ എല്ലാ വാല്യൂ കൂടി ചേർത്ത് എത്ര ആയിരിക്കണം? 80% ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ജയിച്ച ആൾക്കും തോറ്റ ആൾക്കും അതേപോലെ അസാധുവായി പോയ വോട്ടും എല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോൾ എത്ര വരുന്നുണ്ട്? 80% വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവസാനം എന്താണ് ചോദിക്കുന്നത്? Then the invalid votes were what percentage of the votes which people did not cast? ചോദിക്കുന്നത് അസാധുവായി പോയ വോട്ടുകളെ ഈ ഒരു വോട്ട് ചെയ്യാത്ത ആൾക്കാരുടെ ആ ഒരു വോട്ട്സ് വെച്ച്, അല്ലെങ്കിൽ എത്ര വോട്ട്സ് വരും, ആ 20% എന്ന് പറയുമ്പോൾ എത്ര വോട്ട്സ് വരും, അത് വെച്ച് പെർസെൻറ്റേജ് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ടോട്ടൽ ആ ഒരു വോട്ട് ചെയ്ത് എത്ര പേരുണ്ട്, അതിപ്പോൾ വാലിഡ് ആയാലും അസാധു ആയാലും എല്ലാം കൂടി എത്ര ഉണ്ട് എന്ന് കണ്ടുപിടിക്കാം. സോ ആദ്യം നമുക്ക് ഇവിടുന്ന് ഇവരുടെ വോട്ടിന്റെ വ്യത്യാസം 7,68,400 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വാലിഡ് വോട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 100% എത്രയാണെന്ന് കിട്ടണം. ഇതവിടെ മാർജിൻ ആയിരുന്നു. അപ്പോൾ മൊത്തം വാലിഡ് ആയിട്ടുള്ള വോട്ടുകൾ അത് കിട്ടാൻ 100% എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 16% എന്ന് പറഞ്ഞാണ് 7,68,400. അങ്ങനെയാണെങ്കിൽ 100% എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 7,68,400 നമ്മൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1% എത്രയാണെന്ന് കിട്ടും. നമുക്ക് വേണ്ടിയത് മൊത്തം എത്രയാണെന്ന. സോ 100% എത്രയാണെന്ന് ചെയ്യുമ്പോഴത്തേ നമ്മൾ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് അത് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഏകദേശം എത്ര വരും? നമ്മൾ 16നെ ഈ ഒരു വാല്യൂ വെച്ചൊന്ന് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ, നമ്മൾ ആ തന്നിരിക്കുന്ന വാല്യൂ വെച്ച് നമ്മളൊന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഒരു വാല്യൂ എന്ന് പറയുന്നത് 7,68,000. നമുക്കത് 4 ടൈംസ് പോകും. അതിനുശേഷം 64, പിന്നെ അതിനുശേഷം റിമൈൻഡർ, ദെൻ ബാക്കിയുള്ളതിൽ 8 ടൈംസ് പോകും. 8, ദെൻ 0, ദെൻ 2 ടൈംസ് പോകും. ആൻഡ് ദെൻ ഒരു 0 നമ്മൾ എടുക്കുകയാണെങ്കിൽ 5 ടൈംസ് പോകും. 48025. അതെ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് 48025 ആൻഡ് ഈ 100 സോ മൊത്തം വാലിഡ് വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വാലിഡ് വോട്ടുകൾ എന്ന് പറയുന്നത് ഇത്രയാണ്. ഇനി ഇത് കൂടാതെ നമ്മുടെ ഇൻവാലിഡ് വോട്ട് കൂടി നമ്മൾ പ്ലസ് ചെയ്താൽ മാത്രമേ മൊത്തം വോട്ടഡ് എത്ര എന്ന് കിട്ടത്തുള്ളൂ. ഓക്കെ, വോട്ടഡ് എന്ന് പറഞ്ഞാൽ മൊത്തം വോട്ട് ചെയ്തവർ. അപ്പം വോട്ടഡ് എന്ന് എത്ര എന്ന് കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെ ആ ഇൻവാലിഡ് വോട്ടുകളോട് നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് 82560 നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. സോ നമ്മൾ ആ ഒരു 82560 നമ്മളിവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്കിവിടെ 0605884. അപ്പം ഇത്രയുമാണ് ടോട്ടൽ വോട്ട് ചെയ്തത്. അതിപ്പോൾ അസാധു ആയാലും വാലിഡ് ആയിട്ടുള്ള വോട്ടുകളായാലും ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് ഇത്രയാണ്. മൊത്തം വോട്ട് ചെയ്തത് ഇത്രയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, മൊത്തം വോട്ട് ചെയ്യാത്തത് 20% ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം ഇതെന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? 80% ആയിരിക്കണം. അപ്പം അങ്ങ് മൊത്തം വോട്ട് ചെയ്തത് 80%, വോട്ട് ചെയ്യാത്തത് 20%. ഇനി ചോദിച്ചിരിക്കുന്നത് നമ്മൾ പോവുകയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് ഈ ഇൻവാലിഡിനെ വോട്ട് ചെയ്യാത്തവരെ വെച്ച് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് 80% ആണെങ്കിൽ നമുക്ക് ആ 20% വോട്ട് ചെയ്യാത്ത ആ ഒരു 20% എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും. കുറച്ചധികം കാൽക്കുലേഷൻ വരുന്നൊരു ക്വസ്റ്റൻ ആണിത്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് 80% ആണെങ്കിൽ 20% എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവസാനം ചോദിച്ചിരിക്കുന്ന പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 4885060 എന്ന് പറയുന്നതാണ് 80%. അങ്ങനെയാണെങ്കിൽ 20% എത്ര? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതോടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് താഴെ 4 എന്ന് വരും. സോ ഇതിനെ നമുക്കൊന്ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20% എത്രയാണെന്ന് കിട്ടും. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് നോക്കാം. 1 2 2 1 റിമൈൻഡർ 2 6 5. അപ്പോൾ ഇതാണ് ആ 20% എന്ന് പറയുന്നത്. അപ്പോൾ ആ 20% എത്ര നമുക്ക് കിട്ടി? ഈ 20% എന്ന് പറയുന്നതാണ് നമ്മുടെ 1221265. അതിൽ അപ്പോൾ ഇത്രയും വോട്ട്സ് ആണ് നമുക്കവിടെ ചെയ്യാതെ പോയത്, അല്ലെങ്കിൽ ആൾക്കാർ വോട്ട് ചെയ്യാറുന്നത്. ഇത്രയാണ് ഇൻവാലിഡ് വോട്ട്. അപ്പോൾ അവർ ചോദിച്ചേക്കുന്ന പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് അവർ ചോദിക്കുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ആ ഒരു 82560
നമ്മൾ ഇപ്പം കിട്ടിയ 1221265 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കണം. പിന്നെ പെർസെൻറ്റേജ് ആണ്ട് ഇൻറ്റു 100 വരും. ഇനി അത് എക്സാക്ട്ലി ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ നിൽക്കില്ല, ബിക്കോസ് അത് എക്സാക്ട്ലി ഡിവൈഡ് ഇവൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ അപ്രോക്സിമേഷൻ യൂസ് ചെയ്യാം. ബട്ട് ഇവിടെയൊക്കെ നമ്മൾ അപ്രോക്സിമേഷൻ യൂസ് ചെയ്ത ആൻസറിൽ അത്യാവശ്യം നല്ല വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്രോക്സിമേഷൻ യൂസ് ചെയ്യാൻ പറ്റും. എന്ന് കഴിഞ്ഞാൽ നമുക്ക് റഫായിട്ട് ആൻസർ കണ്ടുപിടിക്കാം. എങ്ങനെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഈ 12,21,265 10%, നമുക്കിവിടെ ഓപ്ഷൻ നോക്കി കാണാം, എല്ലാം ഒരു 10% അടുത്ത് കിടക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 12,21,265 10% എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1,22,126 ആയിരിക്കും. നമ്മൾ ബാക്കിൽ നിന്ന് ഒരു പോയിന്റ് മുമ്പിലേക്ക് ഇട്ടാൽ മതി. അപ്പം 1,22,000 ആയിരിക്കും 10%. അപ്പോൾ അത് നമുക്ക് ആ 82,000 വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും 10% എന്തായാലും വരുന്നില്ല. അപ്പോൾ 10% വരുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ 12.9% എന്തായാലും വരത്തില്ല. പിന്നെ ആ സംഭവം 9.8% 10% വളരെ അടുത്ത്, അപ്പോൾ അതും വരത്തില്ല. പിന്നെ ഉള്ള ഒരേ ഒരു പോസിബിലിറ്റി ഏതാണ്? 6.8% ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് ഡിവൈഡ് ചെയ്ത് നോക്കാം. ആൻസർ നമുക്ക് ഏകദേശം 6.8% അടുപ്പിച്ചായിരിക്കും ആൻസർ വരുന്നത്. സോ ഇവിടെയൊക്കെ വന്നതിന് ശേഷം നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കുറച്ച് റഫായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് നേരത്തെ റഫായിട്ട് ചെയ്യാം, പക്ഷേ അത് നേരത്തെ റഫായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരുപാട് റഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ അത്യാവശ്യം വേരിയേഷൻ വരും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ആൻസർ മേ ബി ഒരു 8% അടുപ്പിച്ച് വന്നാൽ നമുക്ക് അവിടെ 9 വരുമെന്നും ഡൗട്ട് തോന്നും, 6 വരുമെന്നും ഡൗട്ട് തോന്നും. പക്ഷേ നമ്മൾ ആദ്യമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ചെയ്തു വന്നാൽ അവസാനത്തെ ഡിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് അപ്രോക്സിമേറ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ആൻസർ എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഇച്ചിരി വലിയൊരു ക്വസ്റ്റൻ ആയിരുന്നു. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇഫ് ദ സൈഡ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇസ് 24 സെന്റിമീറ്റർ ദെൻ വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? അപ്പോൾ നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം √3/4 A², നമ്മുടെ സൈഡിന്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈഡ് ഓൾറെഡി തന്നിട്ടുണ്ട്. ആ എ എന്ന് പറഞ്ഞാണ് 24. സോ നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി. സോ √3/4 × 24 × 24. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതൊന്ന് ക്യാൻസൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് 4ഉം 24ഉം ക്യാൻസൽ ചെയ്ത് നമുക്ക് 6 എന്ന് വരും. 6 × 24 നമുക്ക് 144 എന്ന് വരും. സോ 144 √3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ. 144 √3 സെന്റിമീറ്റർ സ്ക്വയർ. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്തയും ഒരു വളരെ നല്ല ഒരു കൺസെപ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. പറയുന്നത് ഫൈൻഡ് ദ വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ ഓഫ് ദി ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, ദ വെയ്റ്റ് ബീയിങ് ദി കറസ്പോണ്ടിങ് നമ്പേഴ്സ്. അപ്പോൾ അവിടെ പറയുന്നത് വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഏതിൻ്റെ? ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ. അപ്പം നിങ്ങൾക്കറിയാം ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പം ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ നിങ്ങൾക്കറിയാം 1 നിന്നാണ് തുടങ്ങുന്നത്. നാച്ചുറൽ നമ്പറിനെയാണ് നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഇവിടെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 1, 2, 3 അങ്ങനെ n വരെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് വെയിറ്റ് എന്ന് പറയുമ്പം അവിടെ അതും നമ്മുടെ ഈ പറഞ്ഞ നാച്ചുറൽ നമ്പർ ആയിട്ട് തന്നെ പോകണം എന്നുള്ളതാണ് പറയുന്നത്. അതും കറസ്പോണ്ടിങ് നമ്പേഴ്സ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വെയിറ്റ് വിച്ച് ഈസ് ഓൾസോ നാച്ചുറൽ നമ്പർ ആൻഡ് കറസ്പോണ്ടിങ് നമ്പേഴ്സ്, അങ്ങനെയാണെങ്കിൽ അതെന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് n വരെ പോകുന്നത് തന്നെ ആയിരിക്കും അവിടെ കറസ്പോണ്ടിങ് വെയിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കുന്ന വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ നമുക്ക് കണ്ടുപിടിക്കാം. സോ വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആവറേജ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും പോകുന്നത്? ആദ്യത്തെ 1ൻ്റെ വെയിറ്റ് 1, സോ 1 × 1 പ്ലസ് അടുത്തത് 2ൻ്റെ 2, അടുത്ത് 3ൻ്റെ 3, അങ്ങനെ എവിടെ വരെ പോകണം? n വരെ പോകുന്നതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു പ്രോപ്പർ നമ്പർ പറഞ്ഞിട്ടില്ല, അപ് ടു n എന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ n-ൻ്റെ n. ഇനി മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? അതേ 1 + 2 + 3 + 4 അങ്ങനെ n വരെയുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മേളിൽ വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മേളിൽ എന്താ വന്നിരിക്കുന്നത്? 1² + 2² + 3² അങ്ങനെ അപ് ടു n² ആണ് വന്നിരിക്കുന്നത്. എന്ന് കഴിഞ്ഞാൽ നമ്മുടെ സം ഓഫ് സ്ക്വയർ ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് ആണ് മേളിൽ വന്നിരിക്കുന്നത്. താഴെ നോക്കിയാലോ 1 + 2 + 3 അപ് ടു n എന്ന് പറയുന്ന സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. മേളിൽ സം ഓഫ് സ്ക്വയർ ഓഫ് n നാച്ചുറൽ നമ്പേഴ്സും താഴെ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ സം ഓഫ് സ്ക്വയർ ഓഫ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ ഫോർമുല എന്താണ്? n × n + 1 × 2n + 1/6 ആണ് സം ഓഫ് സ്ക്വയർ ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നതോ n × n + 1/2. സോ നമ്മളിതൊന്ന് ക്യാൻസൽ ചെയ്തെടുക്കണം. സോ n × n + 1ഉം n × n + 1ഉം ക്യാൻസൽ ആവും. ഇവിടുന്ന് 2ഉം ഇവിടുന്ന് 6ഉം ക്യാൻസൽ ആയത് ഇവിടെ 3 എന്ന് വരും.
സോ അങ്ങനെയാണെങ്കിൽ ഫൈനൽ ആൻസർ നമുക്ക് 2n + 1/3 എന്നായിരിക്കും നമുക്ക് അതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു വളരെ എല്ലാവർക്കും നല്ലപോലെ അറിയാൻ സാധ്യത ഇല്ലാത്തൊരു ക്വസ്റ്റൻ ആണ്. വളരെ കോമൺ ആയിട്ട് കാണാത്തൊരു ക്വസ്റ്റൻ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചേക്കോ. വെയ്റ്റഡ് അരിത്തമാറ്റിക് മീൻ അല്ലെങ്കിൽ അരിത്തമാറ്റിക് മീനിൻ്റെ ആ ഒരു അതും വിത്ത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു കൺസെപ്റ്റ് ആണ് അവിടെ വന്നിരുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം നമുക്ക്. ആൻഡ് ഈ ഒരു സെഷനിൽ ലാസ്റ്റ് ക്വസ്റ്റൻ അഗൈൻ കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് തന്നിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് ഓപ്ഷൻസ് കൂടി ഉപയോഗിച്ചുകൊണ്ട് ആൻസർ കണ്ടുപിടിക്കാം. എ ഡിസ്ട്രിക്ട് ഹാസ് 10,24,000 inhabitants. If the population increases at the rate of 2.5% per annum, find the number of inhabitants at the end of 3 years. അവിടെ പറയുന്നത് ഒരു സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിൽ 10,24,000 ആണ് ഇപ്പോഴത്തെ പോപ്പുലേഷൻ. ആ പോപ്പുലേഷൻ ഓരോ വർഷവും 2.5% വെച്ച് ഇൻക്രീസ് ആവുകയാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം ആകുമ്പോൾ എത്ര ആവും? 102.5% ആവും. 2.5% ഇൻക്രീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ 100 + 2.5% 102.5% ആവും അടുത്ത വർഷം. പക്ഷെ അത് അടുത്ത 3 വർഷത്തേക്ക് അങ്ങനെ ആകും എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇനി ഓരോ വർഷവും ഇതേപോലെ കൂടും. അതിൻ്റെ 102.5% വീണ്ടും അതിൻ്റെ 102.5%. നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കണം. ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആൻസർ വരും. അപ്പോൾ എഗെയിൻ കുറച്ചൊരു അധികം കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് തന്നിരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മാത്രമേ ആൻസർ കിട്ടത്തുള്ളൂ. ഓപ്ഷൻസ് നോക്കിയാലും ഓപ്ഷൻസിൽ വലിയൊരു ഗ്യാപ്പില്ല. 2 ഓപ്ഷൻ ഒരേപോലെ ഇരിക്കുക, അടുത്ത 2 ഓപ്ഷൻ ഒരേപോലെ ഇരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഏതെങ്കിലും 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ 102.5 എന്ന് പറയുന്ന 3 എണ്ണം ഉണ്ട്. നമുക്കിവിടെ 3 സീറോസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പോയിന്റും ഈ സീറോസും അങ്ങ് മാറ്റാം. സോ അങ്ങനെയാണെങ്കിൽ 1024 എന്ന് വരും. നമുക്ക് ആ ഇവിടുത്തെ ഓരോ സീറോസ് വെച്ച് ഇവിടുത്തെ ഓരോ ഒരു ഡെസിമൽ അങ്ങ് മാറ്റുവാണെങ്കിൽ നമുക്ക് 102.5നെ വെറും 5 എന്ന് എടുക്കാം. ആൻഡ് ദെൻ പെർസെൻറ്റേജ് മൊത്തം 3 വട്ടം ഉണ്ടായാണ്. നമുക്ക് ഡയറക്റ്റ്ലി അതിനെ ക്യൂബ് എന്ന് എടുക്കാം, എഴുതുന്നത് കുറയ്ക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യണം. സോ നമുക്ക് ഇനി ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? പെർസെൻറ്റേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ by 100 എന്ന് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിനൊന്ന് ക്യാൻസൽ ചെയ്ത് ഷോർട്ട് ആക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് ഇവിടെ വെച്ച് തന്നെ അങ്ങ് സോൾവ് ചെയ്യാം. സോ നമുക്ക് ആ പെർസെൻറ്റേജിനെ by 100 അങ്ങ് എടുക്കാം. സോ by 100 നമുക്ക് ഇനി എന്ത് ചെയ്യാം? അതിനെ 25 വെച്ച് ക്യാൻസൽ ചെയ്തുകൊണ്ടൊന്ന് ഷോർട്ട് ആക്കാം. സോ 25 വെച്ച് ക്യാൻസൽ ആണെങ്കിൽ താഴെ 4 എന്ന് വരും. മേളിൽ നമുക്ക് 25 വെച്ച് ക്യാൻസൽ ആണെങ്കിൽ 41 എന്ന് വരും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് 41/4 ക്യൂബ് എന്നാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1024 എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ 2/10 ആണ്. 1024 എന്ന് നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. നമ്മുടെ 2യുടെ പവേഴ്സ് 10 വരെ വളരെ നല്ലപോലെ അറിഞ്ഞിരിക്കണം. ഇത് നമ്മുടെ 2/10 ആണ് ആ മുകളിൽ തന്നിരിക്കുന്നത്. അപ്പോൾ 2/10 എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അതെന്തായിരിക്കും? 4/5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 1024നെ എങ്ങനെ എഴുതാം? 4/5 എന്ന് എഴുതാം. ഇൻറ്റു നമുക്കിവിടെ എന്താണുള്ളത്? 41ൻ്റെ ക്യൂബ്. ബൈ താഴെ എന്താണുള്ളത്? നമ്മുടെ 4, അതും 4ൻ്റെയും ക്യൂബ്. ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ നിന്ന് 4ൻ്റെ ക്യൂബും ഇവിടെ നിന്ന് ഈ 4/5 ക്യാൻസൽ ആയിട്ട് ഇവിടെ 2 എന്ന് വരത്തില്ലേ? ഇങ്ങനെയാണ് നമുക്ക് ഇനി എന്താ ഉള്ളത്? 4ൻ്റെ സ്ക്വയർ ഇൻറ്റു 41ൻ്റെ ക്യൂബ്. അപ്പം അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇനി അതിനെ ഫെർദർ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് 16 ഇൻറ്റു 41ൻ്റെ ക്യൂബ് നമ്മൾ സെപ്പറേറ്റ് ഒന്ന് കണ്ടുപിടിക്കണം. 41ൻ്റെ ക്യൂബ് നമുക്ക് സെപ്പറേറ്റ് ഒന്ന് കണ്ടുപിടിക്കാം. ക്യൂബ് കണ്ടുപിടിക്കുന്ന ഷോർട്ട് കട്ട് യൂസ് ചെയ്തുകൊണ്ട്. സോ ക്യൂബ് കണ്ടുപിടിക്കുന്ന ഷോർട്ട് കട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ആദ്യം 4 ലൈൻ എടുക്കുക. അതിൽ ഈ 4ൻ്റെ ക്യൂബ് എഴുതുക 64. ഈ 1ൻ്റെ ക്യൂബ് ഇവിടെ അവസാനത്തെ ലൈനിലേക്ക് എഴുതുക 01. എന്നിട്ട് എന്ത് ചെയ്യുക? 4 × 1 4 ഇൻറ്റു 3 12 എന്ന് ഇതിൻ്റെ താഴേക്ക് എഴുതുക. എന്നിട്ട് ആ 12 × 4 ചെയ്യുക. 12 × 4 നമുക്ക് 48 എന്ന് വരും. അതേപോലെ ഇതേ 12 × 1 ചെയ്യുക. 12 × 1 നമുക്ക് 12 എന്ന് വരും. ഇനി എന്ത് ചെയ്യുക? എല്ലാത്തിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എടുക്കുക. ഇവിടെ നിന്ന് നമ്മൾ ഈ 1 എടുക്കുന്നു. ഇവിടെ നമുക്കിവിടെ ഈ 2 എടുക്കുന്നു. ഇനി ഇവിടെ ഒരു 1 കൂടി ഉണ്ടായിട്ട് ആ 1നെ എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് പ്ലസ് ചെയ്യുക. ആ 1നെ ഇങ്ങോട്ടേക്ക് പ്ലസ് ചെയ്ത് നമുക്കിവിടെ 49 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ആ 9 ഇങ്ങ് എടുക്കുക. അതിനുശേഷം ആ 4നെ എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യുക. 4നെ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്താൽ നമുക്ക് ഇവിടെ എത്ര വരും? 68 എന്ന് വരും. സോ ഇവിടെ നമുക്ക് 68 എന്ന് വരും. സോ ഇതാണ് നമ്മുടെ 41ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത്. 41ൻ്റെ ക്യൂബ്. അപ്പോൾ 41ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ നമ്മൾ ക്യൂബ് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ക്യൂബ് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ വരെ കിട്ടി. അപ്പോൾ നമുക്ക് ഇനി ഓക്കെ നമുക്ക് ക്യൂബ് കണ്ടുപിടിക്കുന്ന ക്യൂബിൻ്റെ ഷോർട്ട് കട്ടാണ് നമ്മൾ ഈ എഴുതിയേക്കുന്നത്. ക്യൂബിൻ്റെ ഷോർട്ട് കട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പം 41ൻ്റെ ക്യൂബ് നമുക്ക് കിട്ടി 68921.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ ഒന്ന് എലിമിനേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അവസാനം 6 ആണ്, ഇവിടെ അവസാനം 1 ആണ്. സോ ഉറപ്പായിട്ട് ആൻസറിന്റെ അവസാനം എന്തേ വരത്തുള്ളൂ, 6 വരത്തുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻസ് വരത്തില്ല, അവസാനത്തെ 2 ഓപ്ഷൻസ് വരത്തില്ല. അതുകൊണ്ട് അവസാനം 2 ഓപ്ഷന്റെ അവസാനം ക്യൂബ് 0 ആണ് കൊടുത്തേക്കുന്നത്, ആൻഡ് മേളത്തെ 2 ഓപ്ഷന്റെ അവസാനം 6 ആണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ആ ഓപ്ഷന്റെ അവസാനത്തെ 3 ഡിജിറ്റും സെയിം ആണ് കൊടുത്തേക്കുന്നത്. ഓപ്ഷൻസ് തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉള്ളൂ, ഇവിടെ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ 02 എന്നാണ് കൊടുത്തേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ആ 2 ഓപ്ഷനിൽ ഒരെണ്ണമാണ് ആൻസർ എന്ന് ഉറപ്പിക്കാം. പക്ഷേ അതിൽ ഏതാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് പ്രോപ്പർലി അതിനെ ഏകദേശം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് അത് ഏകദേശമെങ്കിലും ഒന്ന് അറിയാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നിങ്ങൾക്ക് അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റഫ് ആംഗിളിൽ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാം ആദ്യത്തെ വരും എന്നുള്ളത് നമുക്ക് അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് 1120736 എന്ന് നമുക്ക് ആൻസർ വരും. അപ്പോൾ അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ ആവശ്യം വന്നത്, നമുക്ക് ഇവിടെ ഉറപ്പായിട്ടും സ്ക്വയറിന്റെ കൺസെപ്റ്റ് ആവശ്യം വന്നു, ക്യൂബിന്റെ കൺസെപ്റ്റ്, ക്യൂബ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടി എന്നുള്ളതിന്റെ കൺസെപ്റ്റ് ആവശ്യം വന്നു നമുക്ക്. അത് കൂടാതെ നമുക്ക് എന്താ പറയുക, നമുക്ക് ഇവിടെ ക്യൂബിന്റെ ഷോർട്ട് കട്ട് ആവശ്യം വന്നു, സ്ക്വയറിന്റെ ഷോർട്ട് കട്ട് ആവശ്യം വന്നു, അതുപോലെ 2യുടെ പവേഴ്സ് അല്ലെങ്കിൽ 4ന്റെ പവേഴ്സിന്റെ ആവശ്യം വന്നു, അതിന്റെ നോളജ് ആവശ്യം ഉണ്ടായിരുന്നു. സോ ഇങ്ങനെ കുറേ കൺസെപ്റ്റാണ് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ കാൽക്കുലേഷൻ, അത്യാവശ്യം മൾട്ടിപ്ലിക്കേഷൻ, ബാക്കിയുള്ള കാര്യങ്ങൾ. സോ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിന്റെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ. സോ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിരുന്നു, നമ്മുടെ ആ ഒരു ക്വസ്റ്റിന്റെ കൺസെപ്റ്റും വളരെ ഈസി ആയിരുന്നു, പക്ഷേ എൻ്റെ കാൽക്കുലേഷൻ വളരെയധികം കോംപ്ലിക്കേറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എക്സാമിൽ CGL എക്സാംസിലേക്ക് വരുമ്പോൾ പല ഷിഫ്റ്റിലും നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് എളുപ്പമാണെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻസ് വളരെയധികം കോംപ്ലിക്കേറ്റ് ആക്കി തരാൻ സാധ്യതയുണ്ട്. സോ പ്രോപ്പർ നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസിനെ വളരെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ ഒരു സെഷനിൽ നമ്മൾ അത്യാവശ്യം നല്ല കാൽക്കുലേഷനുള്ള, നല്ല കൺസെപ്റ്റുള്ള ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മളിപ്പം ചെയ്ത് നോക്കിയത്. സോ നമുക്ക് ഇനി വരാനിരിക്കുന്ന സെഷൻ്റെ അകത്തും ഇതിൻ്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആദ്യമായിട്ടാണ് ഈ സെഷനിലേക്ക് സെഷൻ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക. ആൻഡ് വരാനിരിക്കുന്ന സെഷൻസും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മിസ് ആവാതിരിക്കാൻ വേണ്ടി ഡെഫിനറ്റ്ലി ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കാൻ. ഇതിന് മുമ്പുള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ ചെന്ന് പ്ലേലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ CGL ക്വസ്റ്റ്യൻസ് മാത്രമല്ല, റെയിൽവേയുടെ ക്വസ്റ്റ്യൻസ് ആയാലും ശരി, നമ്മുടെ GD ക്വസ്റ്റ്യൻസ് ആയാലും ശരി, നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. സോ ഇതിൻ്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്